ഹലോ ഫ്രണ്ട്സ്, 2026 കേരള PSC നടക്കുന്ന പ്രധാന പരീക്ഷകളുടെ കലണ്ടർ കേരള PSC കലണ്ടർ ഇപ്പോൾ PSC പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ കലണ്ടർ പ്രകാരം നമ്മുടെ കമ്പനി ബോർഡ് LGS അതുപോലെ തുടങ്ങിയ നിരവധി പരീക്ഷകൾ വരുന്നുണ്ട്. അതൊക്കെ ഏതു മാസം നടക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തന്നെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറാണ്. മെയിൽ പരീക്ഷയാണ്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ ജനുവരി 24 നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കൂട്ടുകാരികൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിൻ്റെ മെയിൽസിന് എഴുതാൻ പറ്റുന്ന അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിൻ്റെ പരീക്ഷ ഏപ്രിൽ ജൂൺ മാസത്തിൽ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് PSC പറയുന്നത്. ഏപ്രിൽ ജൂൺ മാസത്തിൽ 2026 ഏപ്രിൽ ജൂൺ മാസത്തിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ നടക്കുന്നതാണ്. അടുത്ത പ്രധാന പരീക്ഷ ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഇനി വരുന്ന പ്രധാന പരീക്ഷ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറാണ്. അത് ഏത് മാസം നടക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷകൾ വരുന്നുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷ മെയ് ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് പരീക്ഷ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൻസ് ആണ്, ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകളാണ് അതൊക്കെ നടക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇനിയിപ്പം അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് സിവിൽ എക്സൈസ് ഓഫീസറാണ് അറിയേണ്ടത്. സിവിൽ എക്സൈസ് ഓഫീസർ ഇത് NCA തസ്തികയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ പരീക്ഷ മെയ് ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിയുടെ പരീക്ഷ മെയിൻസ് പരീക്ഷ നടക്കുന്നത് മെയ് ജൂലൈയിലാണ്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1 പരീക്ഷ നടക്കുന്നത് മെയ് ജൂലൈ മാസങ്ങളിലാണ് നടക്കുന്നത്. അതുകൂടാതെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരീക്ഷ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻസ് പരീക്ഷയുടെ മെയിൻസ് നടക്കുന്നത് മെയ് ജൂലൈ മാസത്തിലാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളത് PSC പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇനി നമുക്ക് വരുന്നത് സിവിൽ എക്സൈസ് ഓഫീസറാണ്. നമ്മൾ കൂട്ടുകാരെല്ലാം കാത്തിരുന്നൊരു പരീക്ഷയാണ്. 564/2025 ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ മെയ് ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ മെയ് ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്. ഇനി നമുക്ക് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയാണ് അറിയേണ്ടത്. അടുത്തതായിട്ട് അറിയേണ്ടത് അതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എന്നാണോ നോക്കാം. CPO പരീക്ഷ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ എഴുതാൻ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ്. അതെന്നാണെന്ന് നോക്കാം നമുക്ക്. CPO ഓക്കെ, പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി, അതായത് ആംഡ് ബറ്റാലിയൻ, അത് ജൂൺ ഓഗസ്റ്റ് മാസമാണ് നടക്കുന്നത്. പോലീസ് കോൺസ്റ്റബിൾ അത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പം നോക്കാം നമുക്ക്. പോലീസ് കോൺസ്റ്റബിൾ വെയിറ്റ് ചെയ്യണേ, നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ എക്സാം ഒക്കെ ജൂൺ ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കുന്നത്. പോലീസ് കോൺസ്റ്റബിൾ എക്സാം ഇതെല്ലാം NCA ആണ്. അപ്പോൾ ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് ബറ്റാലിയൻ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് കേരള പോലീസ് നടക്കുന്നത് ജൂൺ ഓഗസ്റ്റ് മാസം 2026 നടക്കുന്നത്. അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി അത് നടക്കുന്നതും ജൂൺ ഓഗസ്റ്റ് മാസമാണ് കേട്ടോ. അപ്പം മെയ് ജൂലൈ മാസമാണ് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ നടക്കുന്നതെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ അഥവാ CPO പരീക്ഷ ജൂൺ ഓഗസ്റ്റിനാണ്. അതുകൂടാതെ തന്നെ ഫയർമാൻ, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി പരീക്ഷ ജൂൺ ഓഗസ്റ്റിനാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ WCPA പരീക്ഷ നടക്കുന്നത് ജൂൺ ഓഗസ്റ്റിനാണ് കേട്ടോ. WCPA പരീക്ഷയും ജൂൺ ഓഗസ്റ്റിനാണ് നടക്കുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. ഇനി ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന പരീക്ഷകളാണ് നോക്കുന്നത് നമ്മൾ. പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഈ ഒരു PDF ഞാൻ എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനൽ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാൻ സാധിക്കുന്നതാണ് എന്നൊക്കെയാണെന്നുള്ളത്. ഇനി നമുക്ക് കമ്പനി ബോർഡ്, ഇനി നമ്മൾ പ്രിലിംസ് നടക്കുന്ന പരീക്ഷകളുടെ നമുക്ക് നോക്കാം. പ്രിലിംസ് നടക്കുന്ന പരീക്ഷകൾ നോക്കാം നമുക്ക്. ഒരു മിനിറ്റ്. ഗ്രാജുവേറ്റ് ലെവൽ, അതായത് ഡിഗ്രി ലെവൽ മെയിൻസും പ്രിലിംസും നടക്കുന്ന പരീക്ഷകളാണ് നോക്കുന്നത്. അത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ CBSE നടക്കുന്നത് മെയ് ജൂലൈ മാസം പ്രിലിംസ്, അതുപോലെ തന്നെ ഒക്ടോബർ മാസം മെയിൻസുമാണ്. അതായത് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും എല്ലാം മെയ് ജൂലൈ മാസമാണ് പ്രിലിംസും, അതുപോലെ തന്നെ ഒക്ടോബർ മാസം മെയിൻസ് പരീക്ഷയും നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കി വെക്കണേ. അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എല്ലാ പരീക്ഷകളും ഈ ഒരു ഡേറ്റിലാണ് നടക്കുന്നത്. നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് കമ്പനി ബോർഡ് LGS ആണ്. SSLC ലെവൽ പരീക്ഷകളാണ്. അതായത് LGS, കമ്പനി ബോർഡ് LGS, നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരുപാട് കൂട്ടുകാർ പരീക്ഷ എഴുതുന്നതാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ. അത് പ്രിലിംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞു നോക്കണം, കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് പ്രിലിംസ് ഉണ്ട്. ആ പ്രിലിംസ് നടക്കുന്നത് ജൂലൈ സെപ്റ്റംബർ മാസമാണ് പ്രിലിംസ് നടക്കുന്നത്. ഒക്ടോബർ ഡിസംബർ മാസമാണ് മെയിൻസ് നടക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കണം, കമ്പനി ബോർഡ് LGS പ്രിലിംസ് നടക്കുന്നുണ്ട്. പ്രിലിംസ് പരീക്ഷ നടക്കുന്നത് ജൂലൈ സെപ്റ്റംബർ മാസത്തിലായിരിക്കും. അതിനിടയ്ക്കായിരിക്കും
പ്രിലിംസ് കമ്പനി ബോർഡ് എൽജിഎസിൻ്റെ പ്രിലിംസ് നടക്കുന്നത്. അതുപോലെ തന്നെ ഒക്ടോബർ ഡിസംബർ മാസമായിരിക്കും മെയിൻസും നടക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ പ്രിലിംസ് നടക്കുമ്പോൾ നമുക്കറിയാം ഒരു കൂട്ടം പരീക്ഷകളായിരിക്കും പ്രിലിംസിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കമ്പനി ബോർഡ് എൽജിഎസ്, അതുപോലെ തന്നെ സ്റ്റോർമാൻ, അതുപോലെ തന്നെ കേരള ബിവറേജ്, ബെവ്കോ LD. നോട്ട് ചെയ്തോണേ, ബെവ്കോ LDയുടെ പ്രിലിംസും ജൂലൈ സെപ്റ്റംബർ മാസമായിരിക്കും ഈ ഒരു പ്രിലിംസിൻ്റെ കൂടെ തന്നെ ആയിരിക്കും നടക്കുന്നത്. അതിൻ്റെ മെയിൻസ് പരീക്ഷയും ഒക്ടോബർ ഡിസംബർ മാസമായിരിക്കും നടക്കുന്നത് കേട്ടോ. അപ്പം ബെവ്കോ LD, അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽജിഎസിൻ്റെ ഒക്കെ പ്രിലിംസ് ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ നടക്കും. അതുപോലെ തന്നെ മെയിൻസ്, ഈ രണ്ട് മെയിൻ പരീക്ഷകളുടെയും മെയിൻസ് നടക്കുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്രിലിംസിനൊക്കെ വേണ്ടി ഒരു 6 മാസത്തോളം തയ്യാറെടുക്കാൻ സമയമുണ്ട്. അപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അത് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ 20 മാർക്കിൽ 20 സ്കോർ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഒരു ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ മാക്സിമം നിങ്ങൾ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷയ്ക്കും ഇനി ഏകദേശം 6-7 മാസത്തോടുണ്ട് മെയിൻസ് പരീക്ഷയ്ക്കും. അപ്പോൾ പ്രിലിംസ് 6 മാസം, ഒന്നുകൂടെ ഞാൻ പറയാം, കമ്പനി ബോർഡ് എൽജിഎസ്, ബെവ്കോ LD പ്രിലിംസ് ജൂലൈ സെപ്റ്റംബർ മാസത്തിലും, അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷ ഒക്ടോബർ ഡിസംബർ മാസത്തിലുമാണ് നടക്കുന്നത്. ഈ ഒരു കേരള PSCയുടെ കലണ്ടർ, PSCയുടെ 2026 പ്രധാന പരീക്ഷകൾ നടക്കുന്ന കലണ്ടർ വന്നപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പെട്ടെന്ന് ഒരു അപ്ഡേറ്റ് ആയിട്ട് ഒരു വീഡിയോ അവതരിപ്പിക്കുകയാണ്. ഈ ഒരു PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു NCA പരീക്ഷകളോ ഏതെങ്കിലും പരീക്ഷകൾ എഴുതുന്നുണ്ടെങ്കിൽ ആ പരീക്ഷയുടെയൊക്കെ ഏത് മാസത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് ഈ ഒരു PDF നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം. അത് വേണ്ട ആവശ്യമുള്ള കൂട്ടുകാരൊന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസംബർ മാസത്തെ 2025 ഡിസംബർ മാസത്തിലെ മുഴുവൻ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ചാനൽ ക്ലാസ് ഇട്ടിട്ടുണ്ട്. മാക്സിമം നമ്മുടെ കൂട്ടുകാരെല്ലാം, ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം പോയി കാണാൻ ശ്രമിക്കണം. കണ്ടാൽ മാത്രം പോരാ, ആ വീഡിയോ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ആ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ടൊക്കെ ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് മുമ്പിൽ സമയങ്ങളില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പഠനം ആരംഭിച്ചേ മതിയാവൂ. ഈ ഒരു വർഷം തന്നെ നല്ലൊരു പരീക്ഷ എഴുതി നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ തന്നെ നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാം തയ്യാറെടുപ്പ് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്പനി ബോർഡ് എൽജിഎസ്, അതുപോലെ തന്നെ ബെവ്കോ LD ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു അവസരം, നല്ലൊരു ടൈം തന്നിട്ടുണ്ട് പഠിക്കാൻ തന്നെ. അപ്പോൾ ആ ഒരു ടൈമിൽ മാക്സിമം പ്രിപ്പയർ ചെയ്ത് ഉയർന്ന റാങ്കുകളിൽ എത്താൻ ശ്രമിക്കുക. പ്രിലിംസ് പാസ്സായാൽ മാത്രമേ മെയിൻസ് എഴുതാൻ സാധിക്കൂ. അതുകൂടെ ഒന്ന് മനസ്സിലാക്കണം. പ്രിലിംസിനൊക്കെ നല്ല സ്കോർ വേണം. അതുകൂടാതെ തന്നെ മെയിൻസ് പരീക്ഷയ്ക്ക് നല്ല ഒക്ടോബർ ഡിസംബർ മാസത്തിലായിരിക്കും മെയിൻസ് നടക്കുന്നത്. അപ്പോൾ മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ വേണ്ടി എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇന്ന് മുതൽ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ചാനൽ ഉപകാരപ്രദം ആകുന്നതാണ് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ടൊക്കെ ഉടനെ തന്നെ നമ്മൾ എത്തുന്നതാണ്. പുതിയ അപ്ഡേറ്റ്സുകളുടെ ആയിട്ട് വേണ്ടി ചാനൽ ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. താങ്ക് യു ഓൾ.